മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ബിബിനുണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. അപ്പോ ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ തുടങ്ങി. എങ്ങനെയുണ്ട് ആദ്യത്തെ കളി കണ്ടിട്ട്? 2-1 വിജയം, ലെവൻഡോസ്കി സ്കോർ ചെയ്യുന്നു. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ്? ഫസ്റ്റ് ഹാഫ് അത്ര വലിയ ഇംപ്രസീവ് അല്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒത്തിരി ഒരു നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം അല്ലായിരുന്നു. നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഡിഫെൻസീവ്ലി ഭയങ്കര വീക്കായിരുന്നു. അവര് നമ്മുടെ വിങ്സ് ഒക്കെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടാണ് കളിച്ചത്. സെക്കൻഡ് ഹാഫ് 2 ഗോൾ അടിച്ചു. കുറച്ചുകൂടെ കൺട്രോൾ ഗെയിമിലുണ്ടായിരുന്നു. അങ്ങനെയാണ് വിൻ ചെയ്തത്. പക്ഷെ ലാസ്റ്റ് സാവിയുടെ സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടീം നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് നന്നായിട്ട് പെട്ടെന്ന് ബോൾ വിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് തന്നെ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അത് തന്നെ ഭയങ്കര തിരിച്ചടിക്കാൻ പറ്റുന്ന ഇതാണ്. കാരണം ഓപ്പോസിഷൻ ടീമിന് പെട്ടെന്ന് കൗണ്ടർ ഇനിഷ്യേറ്റ് ചെയ്യാൻ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും മുന്നിലാണ്. ഹാഫ് ലൈനിന്റെ ഒക്കെ ഒത്തിരി മുന്നിൽ കയറിയാണ് കളിക്കുന്നത്. അപ്പൊ അത് ഓപ്പോസിഷൻ ടീമിനെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ടാക്ടിക്സ് ആണ്. അത് എന്തോരം പ്ലേയേഴ്സ് അഡാപ്റ്റ് ആയി വരുന്നു എന്നനുസരിച്ചിരിക്കും. അതെ, ഗുണ്ടുവൻ പോയത് ഒരു സർപ്രൈസ് തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ സാലറി ലെവൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫൈനാൻഷ്യൽ ഇഷ്യൂവിനെ പറ്റി നമുക്കറിയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ നല്ലൊരു പ്ലെയർ ആണ് ഇപ്പൊ സിറ്റിയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം FFP ആണോ പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ലേ? അതിപ്പോ സൈൻ ചെയ്തേക്കുന്ന ഡാനി ഓൾമോന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഗുണ്ടോവനെ ഫ്രീ ആയിട്ട് പോകേണ്ടി വന്നത്. കാരണം ഗുണ്ടോവൻ അത്യാവശ്യം നല്ല സാലറി കൊടുക്കുന്ന ഒരു പ്ലെയർ ആയിരുന്നു. പക്ഷെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് സീസണിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച പ്ലെയർ ആണ് ഗുണ്ടോവൻ. 10+ അസിസ്റ്റ് ഉണ്ടായിരുന്നു, 5+ ഗോൾസ് ഉണ്ടായിരുന്നു. അതുമല്ല, ഗുണ്ടോഗന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്ന പുള്ളിയുടെ ഒരു അവൈലബിലിറ്റി ആണ്. പുള്ളി അങ്ങനെ മിഡ്ഫീൽഡിൽ ഇമ്പോർട്ടന്റ് മാച്ച് ഒക്കെ കളിച്ചിട്ടുണ്ട്. ഒരു മാച്ചും അങ്ങനെ അധികമായിട്ട് ഇഞ്ചുറി കാരണം മിസ്സായിട്ടില്ല. ഇപ്പൊ ഗുണ്ടോഗനെ നമ്മൾ കളഞ്ഞിട്ട് ഡാനി ഒൽമോനെ പോലെ ഒരു ഇഞ്ചുറി പ്ലെയറിനെയാണ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഔട്ടിങ് നടത്താൻ ടീം നോക്കുന്നുണ്ട്. എന്നാലേ കൂടുതൽ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫിനാൻഷ്യൽ ഇഷ്യൂസും സാലറി ക്യാപ്പിന്റെ ഉള്ളിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ടീം ഏറ്റവും നേരിടുന്ന ഒരു ഇതായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഫെറാൻ ടോറസ് പോകുന്നുള്ള ഒരു വാർത്ത പരക്കെ കേൾക്കുന്നുണ്ട്. എസ്പെഷ്യലി സിറ്റി പുള്ളിയുടെ കോൺട്രാക്ട് എമൗണ്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ എടുക്കും എന്നൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നു. അപ്പൊ ഇനി ഏതെങ്കിലും ഇപ്പോൾ ഡിയോങ്ങിന്റെ കാര്യം നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി അഡീഷണൽ സെല്ലിംഗ് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ പാസസ് സൈഡിൽ നിന്ന്? ഇനി സൈനിങ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ ഫെറാൻ ടോറസ് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ നല്ല ഓഫർ വന്നപ്പോ ഒന്നും പോയില്ല. മാത്രമല്ല, പുള്ളിക്ക് ബാഴ്സലോണയിൽ സ്റ്റേ ചെയ്യുന്നതാണ് താല്പര്യം. പക്ഷെ പോവുകയാണെങ്കിൽ ബാഴ്സ ഫാൻ എന്ന രീതിയിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഫ്രീ ആയിട്ട് ആരെങ്കിലും ഗുണ്ടോഗിനെ എടുക്കും എന്ന് പറയുവാണെങ്കിൽ ഞങ്ങൾ കൊടുത്തു വിടാൻ 100% റെഡിയാണ്. പക്ഷെ ആരും താല്പര്യം വലിയ കാര്യമായിട്ട് പ്രകടിപ്പിക്കുന്നില്ല. പിന്നെ സൗദി ലീഗിൽ നിന്നൊക്കെ വല്ല ഓഫറും ഉണ്ടെങ്കിലേ ഉള്ളൂ. അതല്ലാതെ നല്ല ക്ലബ്ബുകളിൽ നിന്നും ഒന്നും ഫെറാൻ ടോറസിന് നല്ലൊരു ഓഫർ ഇല്ല. അതെ, ഇപ്പോ ഡിഫൻസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറി കൺസേൺസ് ഒക്കെ വന്നപ്പോൾ ഇപ്പോൾ കൂണ്ടേനെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കുന്നില്ല, ചില പ്ലേയേഴ്സിനൊക്കെ ലെഫ്റ്റ് ബാക്കിനെ പിടിച്ച് റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കുന്നതൊക്കെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. സെറ്റ് പീസിന് ഒരുപാട് ഇഷ്യൂസ് കൺസീഡ് ചെയ്യുന്നു, ആളെ ശരിക്കും ട്രാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്ലിക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഡിഫൻസിലെ ലീക്കേജ് ഫിക്സ് ചെയ്യുക, മാക്സിമം ഒരു ടൈറ്റ് ആക്കാൻ പറ്റുന്ന കളി ടൈറ്റ് ആക്കുക. ഇപ്പൊ ഗോൾ സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും ഗോൾ അലോ ചെയ്യാണ്ടിരിക്കുക എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ അഡീഷണൽ സൈനിങ് ഇല്ലാതെ ഇപ്പൊ ക്രിസ്ത്യൻസനും കൂണ്ടയൊക്കെ വെച്ചിട്ട് ഈ ഒരു സീസൺ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ? സെന്റർ ബാക്കില് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. കൂണ്ടയുണ്ട്, അരോഹോ ഉണ്ട്, ക്രിസ്ത്യൻസനും ഉണ്ട്, കുബാസി ഉണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട് നമുക്ക് അവൈലബിൾ. പിന്നെ എറിക് ഗാർസിയ ഉണ്ട്. ഇപ്പൊ സെന്റർ ബാക്കിൽ അങ്ങനെ നല്ല ഡെപ്തും ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഡിഫൻസ് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ വിങ് ബാക്കിലാണെങ്കിൽ ലാസ്റ്റ് സീസണിനേക്കാളും ബെറ്റർ ആണ്. ബാൾഡെ തിരിച്ചു വന്നു. പിന്നെ കുറെ അക്കാഡമിക് പ്ലേയേഴ്സ് നന്നായിട്ട് ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നുണ്ട്. അപ്പൊ അവരെ ട്രസ്റ്റ് ചെയ്ത് ഡിഫൻസ് മുന്നോട്ട് പോകാന്ന് തോന്നുന്നു. പക്ഷെ ഈ കളിക്കുന്ന സിസ്റ്റം വെച്ച് നമ്മൾ ഒത്തിരി ഗോള് വഴങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബയേണിലെ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള നല്ല ഫിസിക്കൽ മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി ബോള് വിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. നമുക്ക് നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഇല്ല. മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിൽ അത്ര ഫിസിക്കലി അല്ല, ബോൾ വിന്നിങ് എബിലിറ്റി കുറവുള്ള മിഡ്ഫീൽഡേഴ്സ് ആണ്. ബയേണില് അവർ പെട്ടെന്ന് ബോൾ വിന്ന് ചെയ്യുമായിരുന്നു, പെട്ടെന്ന് കൗണ്ടർ അടിക്കുമായിരുന്നു. അങ്ങനെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കളിച്ചത്. അപ്പൊ അതുപോലൊരു സിസ്റ്റം നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ടാക്ടിക്സ് കോച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പൊ ലെവൻഡോസിന്റെ കാര്യം ചോദിക്കണം. പുള്ളി അടിപൊളി സ്റ്റാർട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ക്വാളിറ്റിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പുള്ളിയുടെ ഏജും കൺസേൺ ആണ്. ഇപ്പൊ ഇഞ്ചുറി ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 50+ മത്സരങ്ങൾ ഈ സീസണിൽ മൊത്തം കളിക്കാനുണ്ടാവും, എല്ലാ ലീഗും വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താണ് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഇൻ കേസ് പുള്ളിക്ക് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ പുള്ളിക്ക് പോലെ ഇഞ്ചുറി കൺസേൺസും വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു പ്ലാൻ ഫ്ലിക്കിന്റെ? ഇപ്പോ പുതിയ സൈനിങ്സ് ആ ഒരു പൊസിഷനിലേക്ക് വരുന്നു തോന്നുന്നില്ല. ലെവൻഡോസ്കിക്ക് ഒരു ബാക്കപ്പ് എന്ന രീതിയിലാണ് വിക്ടർ റോക്കേനെ കൊണ്ടുവന്നത്. ഇപ്പൊ വിക്ടർ റോക്കെ റയൽ ബെറ്റിസിലേക്ക് പോവാണെന്ന് പറയുന്നു. പക്ഷെ റോക്കയ്ക്ക് അത്രയും ആരും ഇംപ്രസ്ഡ് അല്ല റോക്കയുടെ പെർഫോമൻസിൽ. ഇനിയിപ്പോ ട്രെയിനിങ്ങിൽ അവർ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ കളിച്ച മാച്ചിലൊന്നും അത്ര വലിയ ഇംപ്രസീവ് പെർഫോമൻസ്, പുള്ളിയുടെ ടച്ചുകളൊക്കെ മോശമാണ്, പാസിങ് മോശമാണ്. ആകെ ഒരു നല്ല ഇതെന്ന് എനിക്ക് തോന്നിയത് നന്നായിട്ട് പ്രസ് ചെയ്യുമെന്ന് മാത്രമാണ്. നമ്മൾ ബ്രസീലിൽ നിന്ന് വരുന്ന പ്ലേയേഴ്സ് ഒക്കെ അതുപോലെയാണ്. ചിലവർ ഹിറ്റ് ആവും, ചിലർ കൂടുതൽ ഫ്ലോപ്പ് ആവും. ഇപ്പൊ അവർ ഭയങ്കര ടാലന്റ് ആണ്, അടുത്ത നെയ്മറാണ്, മർഡോണയാണ്, പെലെയാണെന്നൊക്കെ പറഞ്ഞു വരുന്ന പ്ലേയേഴ്സ് ഇപ്പൊ കൂടുതൽ ഫ്ലോപ്പ് ആവുന്നതാണ് കാണുന്നത് യൂറോപ്പിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെയാണ് ഇപ്പൊ റയലിലെ എൻട്രിക്കിനെ പറ്റിയും, എൻട്രിക്കിനെ ലോണിന് വിടാനുള്ള പ്ലാൻ റയൽ മാഡ്രിഡിന് ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പോ പിന്നെ വേറൊരു ബാക്കപ്പ് എന്ന് പറയുന്നത് ഫെറാൻ ടോറസ് ആണ്. ഫെറാൻ ടോറസ് അങ്ങനെ വലിയ ഗോൾ സ്കോർ നടത്തുന്ന പ്ലെയർ അല്ല, ഭയങ്കര ഗോളൊന്നും എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. ആകെ പ്രതീക്ഷ ലെവൻഡോസ്കി മാത്രമാണ്. ലെവൻഡോസ്കി കഴിഞ്ഞ സീസണിൽ അത്ര ടോപ്പ് പെർഫോമൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സീസണിൽ ഇപ്പൊ പ്രീ സീസണിലാണെങ്കിലും ലാസ്റ്റ് മാച്ചിലാണെങ്കിലും നന്നായിട്ട് കളിച്ചു. പിന്നെ അത്ര വലിയ ഇഞ്ചുറി കൺസേൺസ് ഒന്നും ലെവൻഡോസ്കിക്ക് ഇതുവരെ ബാഴ്സലോണയിൽ വന്നേ പിന്നെ ഇല്ല. അപ്പൊ ലെവൻഡോസ്കി തന്നെയായിരിക്കും അറ്റാക്ക് നയിക്കാൻ പോകുന്ന പ്രധാന സ്ട്രൈക്കർ. ഓക്കെ, അപ്പോ മിഡ്ഫീൽഡിനെ പറ്റി ചോദിക്കണം. ഇപ്പോ പെഡ്രി, ഗാവി ഇവർക്കൊക്കെ ചെറിയ ഒരു ഷോർട്ട് ഇഞ്ചുറി, പിന്നെ തിരിച്ചു വന്നു, പിന്നെ ടീമിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മിഡ്ഫീൽഡിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബോൾ എത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് മിസ് പാസസ് വരുന്നു. കൗണ്ടർ വരുമ്പം ഒരു ഡിയോങ്ങിന് സപ്പോർട്ടബിൾ ആയിട്ട് ഈ മിഡ്ഫീൽഡേഴ്സ് പോകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ യങ്സ്റ്റേഴ്സിനെ, ടാലന്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന്റെ ഒരു ഫുൾ സീസൺ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് റിസ്കി ഫാക്ടർ അല്ലേ? അവർ അടിപൊളി ടാലന്റ് ആണ്, ഒന്നും പറയാനില്ല. പക്ഷെ ഇപ്പൊ യമാല ആയാലും പെഡ്രി ആയാലും ഗവി ആയാലും എസ്പെഷ്യലി ഇതുപോലുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവർ മാനേജ് ചെയ്യും. പക്ഷെ ഇനിയും നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസ് പ്ലസ് യങ്സ്റ്റേഴ്സിന്റെ മിസ്റ്റർ ആണ്. ഇപ്പോൾ റയൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ്രിച്ച് ഇപ്പോൾ കളിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മോഡ്രിച്ച് 60 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മറ്റേ പ്ലെയർ വന്നിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫുള്ളി ഡിപ്പെൻഡന്റ് ഓൺ യങ്സ്റ്റേഴ്സ് ആയി പോകുന്ന പോലെ തോന്നുന്നുണ്ടോ? റിസ്ക് ആണത്. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. നല്ല സൈനിങ്സ് നടത്താൻ പറ്റില്ല, സൈൻ ചെയ്യുന്ന ആൾക്കാരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അക്കാഡമീനെ ബിലീവ് ചെയ്യുക, യങ്സ്റ്റേഴ്സിനെ ബിലീവ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് സീസണിൽ യമാല് നന്നായിട്ട് കളിച്ചു. ഈ സീസണിൽ എന്തായാലും യമാലിനെ കുറിച്ചൊരു 20+ ഗോൾ ആൻഡ് അസിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ ഒരു ടോപ്പ് പെർഫോമൻസ് വിങ്ങിന്ന് ഗോളും അസിസ്റ്റും വന്നാലാണ് ടീമിന്റെ അറ്റാക്ക് നന്നായിട്ട് നയിക്കും. പിന്നെ ഡാനി ഓൾമോനെ സൈൻ ചെയ്തു. അദ്ദേഹം യൂറോയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു പ്ലെയർ ആണ്. അപ്പോ പിന്നെ ഒരു വിങ്ങിനെ, ലെഫ്റ്റ് വിങ്ങറിനെ നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ ഗോൾസ് ആ വഴി അറ്റാക്കിംഗ് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മിഡ്ഫീൽഡേഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് മറ്റേ ഹാൻസി ഫ്ലിക്കിന്റെ ടാക്ടിക്സിന് എന്തോരം ചേരുന്ന മിഡ്ഫീൽഡേഴ്സ് ആണ് നമുക്കുള്ളതെന്ന് അറിയില്ല. അദ്ദേഹം അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ടാക്ടിക്സ് ചേഞ്ച് ചെയ്യുന്നവരും. കാരണം ഞങ്ങൾക്ക് കൂടുതൽ പാസിംഗ് അല്ലെങ്കിൽ ആ ബോൾ കൺട്രോൾ ഉള്ള മിഡ്ഫീൽഡേഴ്സ് ആണ് കൂടുതൽ ഫിസിക്കലായിട്ട് കളിക്കുക, ബോൾ റിക്കവർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ളത്. മിഡ്ഫീൽഡേഴ്സ് നല്ല ഓപ്ഷൻസ് ഉണ്ട്. പെഡ്രി ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഗാവി ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ ഫിറ്റ് ആവും. പിന്നെ ഫെർമിൻ ലോപ്പസ് നന്നായിട്ട് കളിച്ചതാണ്. ഡാനി ഓൾമോ അത്യാവശ്യം മിഡ്ഫീൽഡ് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ്. ഡിയോങ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് കളിക്കുന്ന 2 അക്കാഡമി പ്ലേയേഴ്സും അവർ നന്നായിട്ട് കളിച്ചിരുന്നു ലാസ്റ്റ് മാച്ചിൽ. അവരൊക്കെയാണ് പ്രതീക്ഷ. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും 1-2 മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബ്രോ, താങ്ക് യു. ടേക്ക് കെയർ. ബൈ.